കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു മുട്ട വെള്ളക്കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുട്ടക്കറിയിൽ നിന്നും അതിൻ്റെ കളറിലും രുചിയിലും ഒക്കെ വ്യത്യാസമായിട്ടുള്ള ഒരു അടിപൊളി മുട്ടക്കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ചൂടായ പാത്രത്തിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി എണ്ണയിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ചൊരു 1/2 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി എല്ലാം കൂടി ഒരുമിച്ച് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 1-2 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി കൂടി ചേർക്കാം. ഞാനൊരു 8 കശുവണ്ടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കറി നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10-12 എണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. 5-6 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സവാളയും നമ്മൾ ചേർത്തിരിക്കുന്ന കശുവണ്ടിയും എല്ലാം കൂടി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. മാറ്റിയതിന് ശേഷം ഇത് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ് അരച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കണം. ഞാൻ ഏകദേശം 3/4 കപ്പോളം വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങിയെടുക്കണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് 5-6 എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ ഞാനൊരു 6 മുട്ട ഇവിടെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുഴുങ്ങിയതിന് ശേഷം നമുക്കിതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുക്കാം. തോട് കളഞ്ഞതിന് ശേഷം ഓരോ മുട്ടയുടെയും അറ്റത്തായിട്ട് നമുക്ക് കുറച്ച് വരകൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ച് ആഴത്തിൽ തന്നെ ഒരറ്റത്തായിട്ട് വരകൾ ഇട്ട് കൊടുത്ത് മുട്ട ഇവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ സവാള വഴറ്റിയ പാൻ തന്നെ ഒന്നുകൂടി ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ വരെ വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്തിട്ട് അതും കൂടി ഗ്രേവിയിലേക്ക് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തക്കാളി ചേർക്കുന്നുണ്ട്. ഒരു തക്കാളിയുടെ പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ച മുട്ട ഇതിലേക്ക് ചേർക്കാം. മുട്ട ചേർത്തിട്ട് കറിയിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു 1/2 മിനിറ്റ് വരെ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കൂടുതൽ സമയമൊന്നും വെക്കണ്ട. അപ്പോൾ ഞാൻ മുട്ട ചേർത്തതിന് ശേഷം ഒരു 30-40 സെക്കൻഡ്സ് വരെ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമോ കുക്കിംഗ് ക്രീമോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്താലും മതി. അപ്പോൾ ക്രീമും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ കറി ഓഫ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. ഇത് നമുക്ക് എന്ത് തരം റൊട്ടിയുടെ കൂടെ, അതായത് പൊറോട്ട, ചപ്പാത്തി അല്ലെങ്കിൽ പത്തിരി, എന്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അവസാനം കുറച്ച് പച്ചമുളകും കൂടി ഞാൻ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാം കേട്ടോ. താങ്ക്